നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അതിഥികളുടെ ഒരു നാടായി മാറുകയാണോ കേരളം? 2024 നവംബർ മാസത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ വന്ന ഒരു ലേഖനത്തിൽ സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിന്റെ ഒരു പഠന റിപ്പോർട്ട് ആ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ചില ഞെട്ടിക്കുന്ന, ചില നടുക്കുന്ന ചില ഡേറ്റ ആ ലേഖനത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് അവർ പറയുന്ന പ്രകാരം കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 35 ലക്ഷത്തോളം വരുമെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അതിൽ ചില സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളുടെ ഒരു പ്രായം എന്ന് പറയുന്നത് 20 വയസ്സിന് 90% പേരുടെയും പ്രായം എന്ന് പറയുന്നത് 20 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. മാത്രമല്ല ഒരു റിലീജിയൻ വൈസ് ഒരു ഡേറ്റ നാം എടുക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന ഈ മൈഗ്രന്റ് ലേബേഴ്സ് അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളിൽ 56% പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർ 43% പേർ. മാത്രമല്ല ഈ അതിഥി തൊഴിലാളികളുടെ ഈ അനിയന്ത്രിതമായിട്ടുള്ള വരവ് കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ പല പ്രദേശങ്ങളിലെയും ഒരു ഡെമോഗ്രഫിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾ ഒരുപക്ഷെ കൂട്ടമായി കേരളത്തിൽ നിന്ന് നാടുവിടുകയാണെങ്കിൽ കേരളം തന്നെ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ഈ അതിഥി തൊഴിലാളികളിൽ പലരും ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട്. പലരും ക്രിമിനൽ കേസിൽ പിടിക്കപ്പെടുന്നു. അങ്ങനെ നിരവധി പ്രമാദമായിട്ടുള്ള പല കേസുകളുടെ പിന്നിലും ഇവർ തന്നെ ആണ് എന്ന പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന ഈ അതിഥി തൊഴിലാളികളിൽ പലരും സൃഷ്ടിക്കുന്ന ആ ഒരു പ്രതിസന്ധികൾ, അവരുടെ പിന്നിലുള്ള ആ ഒഴുക്കിന് പിന്നിലുള്ള ഒരു അജണ്ട എന്ത്, ലക്ഷ്യങ്ങൾ എന്തൊക്കെ, ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു അതിഥി തൊഴിലാളികൾ സൃഷ്ടിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയെ പറ്റി വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയ വ്യക്തികളിൽ ഒരാളാണ് അങ്ങ്. പ്രത്യേകിച്ച് ഷെക്കേന ബിഗ് ഡിബേറ്റ് അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലും ഇതിനെ പറ്റിയുള്ള ഒരു മുന്നറിയിപ്പ് വർഷങ്ങൾക്ക് മുമ്പേ അങ്ങ് നൽകിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളിലും കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ പല നഗരങ്ങളിലും സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പാലാ പോലുള്ള പ്രദേശങ്ങളിൽ അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചൊന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അതിഥി തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഒരു വരവ് ഒരു പ്രദേശത്തിന്റെ തന്നെ മുഖഛായയെ അത് ഒരു നെഗറ്റീവായി എത്രത്തോളം ബാധിക്കുന്നു അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നു എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയല്ലേ പെരുമ്പാവൂർ, ഒപ്പം തന്നെ അതിന് ചുറ്റുവട്ടമുള്ള ഈ മധ്യ തിരുവിതാംകൂറിലെ പല നഗരങ്ങളും? ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ. ഈ വിഷയം സംബന്ധിച്ച് കഴിഞ്ഞ 3-5 വർഷക്കാലമായിട്ട് ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് വളരെ തീവ്രമായിട്ട് പഠനങ്ങൾ നടത്തി, സംസ്ഥാന സർക്കാർ നടത്തിയ പഠനങ്ങളുടെയും വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഷക്കീന ചാനലിലും അതുപോലെ വിവിധ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഞാൻ പങ്കുവെക്കുകയുണ്ടായി. 4 വർഷം മുമ്പ് എന്തായിരുന്നു ഞാൻ പങ്കുവെച്ചത്, അത് അക്ഷരം പ്രതി ശരിയാകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ അടുത്ത നാളുകളിൽ മധ്യ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ചില തീവ്രവാദ അജണ്ടകൾ എന്നുള്ളത് വളരെ ഖേദത്തോടുകൂടിയും വളരെ ഭയത്തോടുകൂടിയും അതിനേക്കാൾ ഉപരിയായിട്ട് ആശങ്കയോടുകൂടി ഞാൻ പറയട്ടെ. ഇവിടെ അല്പം മുമ്പ് ജോജി പറഞ്ഞു, ഒരു മാധ്യമത്തിൽ വന്ന എന്ന് പറഞ്ഞു സൂചിപ്പിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് 2021 സംസ്ഥാനത്തെ ആസൂത്രണ കമ്മീഷൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ മാധ്യമങ്ങളിലൊക്കെ വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു ഏജൻസി തന്നെ കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ വിവിധങ്ങളായ വിഷയങ്ങളും അവര് ചെലുത്തുന്ന സ്വാധീനങ്ങളും വരാനുള്ള കാലങ്ങളിൽ അവരുടെ സംസ്ഥാനത്തുണ്ടാകുന്ന ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കണക്കുകൾ സഹിതം, അവരുടെ എണ്ണം സഹിതം സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ പെരുമ്പാവൂര് കേന്ദ്രീകരിച്ചാണ് അതിഥി തൊഴിലാളികളുടെ കോട്ട എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു കേന്ദ്രം. അതേസമയം കേരളത്തിലെ ഉള്ള അതിഥി തൊഴിലാളികളുടെ സർക്കാർ പറയുന്ന കണക്കനുസരിച്ച് അതിന്റെ 68% വരുന്നത് കേരളത്തിലെ 5 ജില്ലകളിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ. ഈ 5 ജില്ലകളിലായിട്ടാണ് അതിഥി തൊഴിലാളികൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മധ്യ കേരളത്തിന്റെ ഏറ്റവും ചങ്കായ ഒരു സ്ഥലമാണ്.
അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സാമുദായികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളുമാണ്. ഇത് രണ്ടും നമ്മൾ കാണുന്നു. പക്ഷെ ഇപ്പോൾ വരുന്നിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യ കേരളത്തിന്റെ സാമുദായിക, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര സമവാക്യങ്ങളെല്ലാം പൊളിച്ചെഴുതപ്പെടുകയും അടിമുടി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ ഖേദപൂർവ്വം പറയട്ടെ, ഈ മേഖലകളിലെല്ലാം ഇന്ന് നമ്മൾ കഴിഞ്ഞ നാളുകളിലെ അടുത്ത നാളുകൾ ഉൾപ്പെടെയുള്ള ഓരോ സംഭവങ്ങൾ എടുത്ത് വിലയിരുത്തി കഴിഞ്ഞാൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനം ഈ മേഖലകളിലേക്കെല്ലാം വന്നിട്ടുണ്ട്. കടന്നുകയറ്റം തന്നെ നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൽ വന്ന ഒരു മുഖ്യമായ ലേഖനം തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് പെരുമ്പാവൂരിൽ നിന്ന് പാലായിലേക്ക് എന്നുള്ള ഒരു ലേഖനം വളരെ വിശദമായിട്ട് പ്ലൈവുഡ് ഫാക്ടറികളെ സംബന്ധിച്ചും അതിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചും ആണ് പറയുന്നതെങ്കിൽ തന്നെയും അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ സംഭവ വികാസങ്ങളെ കോർത്തിണക്കി വേണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടി. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ പലതവണയായിട്ട് ഈ ഷക്കീന ചാനലിലൂടെ നമ്മൾ പങ്കുവെച്ച കാര്യങ്ങൾ തന്നെയാണ്. പെരുമ്പാവൂർ കേന്ദ്രമാക്കിയുള്ള ഒരു പ്രദേശത്ത് വാസ്തവത്തിൽ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയേ, പെരുമ്പാവൂർ ഒരു സാമ്രാജ്യമായിട്ട് മാറിയിരിക്കുകയല്ലേ ഇപ്പോഴ്. ശരിക്കും പെരുമ്പാവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമയുള്ള നാട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ പെരുമ്പാവൂരിന്റെ പെരുമ ഇപ്പൊ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ മദ്യം മയക്കുമരുന്ന് കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് പെരുമ്പാവൂർ എന്ന് പറയുന്ന അവിടെയുള്ളവർ ഞാൻ ആക്ഷേപിക്കുകയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തത്. പക്ഷെങ്കില് മദ്യവും മയക്കുമരുന്നും കച്ചവടം നടത്തുന്ന ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് പെരുമ്പാവൂർ മാറിയിട്ടില്ലേ? പൊതുസ്ഥലത്തിരുന്ന് പരസ്യമായിട്ട് മദ്യപിക്കുന്നതിന്റെ വീഡിയോകള് പെരുമ്പാവൂരിന്റെ ഭാഗത്ത് അതിഥി തൊഴിലാളികളുടെ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ജനം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ കവർച്ച നടക്കുന്ന സ്ഥലം പെരുമ്പാവൂർ മേഖലയിലാണ്. ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ, അടുത്ത നാളിലെ കൊലപാതകങ്ങൾ, അതിഥി തൊഴിലാളികളുടെ കൊലപാതകങ്ങൾ, ഇതെല്ലാം നമ്മളൊന്ന് വരച്ച് നോക്കിക്കാണണ്ടേ? ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തൊരു കേന്ദ്രമായി. ഏറ്റവും കൂടുതൽ കള്ള ആധാറുകൾ നിർമ്മിച്ച സ്ഥലവും സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പെരുമ്പാവൂരിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ആധാർ കൊടുക്കുന്ന സ്ഥലം പോലെ തന്നെ വോട്ടർ പട്ടിക, ഇങ്ങനെ സമസ്ത മേഖലകളിലും ആ ഒരു നാട്, നല്ല ഐശ്വര്യപൂർണമായ നാട് ഒരു വലിയ മാറ്റത്തിന് ഇട കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് പെരുമ്പാവൂരിന് തൊട്ട് ഇപ്പുറത്തുള്ള മൂവാറ്റുപുഴ, തൊടുപുഴ, പാല ഇങ്ങനെ ഒരു ബെൽറ്റിലേക്ക് മാറുമ്പോൾ വരാൻ പോകുന്നത് ഈ നാടിനെ നടുക്കുന്ന വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾക്ക് അനധിവിദൂര ഭാവിയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മധ്യ കേരളം മാറുന്നതിന്റെ സാമുദായിക മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ കാണാതെ പോകരുത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു കേന്ദ്രം എന്താണ് മധ്യ കേരളത്തെ കുറിച്ച് എപ്പോഴും പരക്കെ പറയുന്നെങ്കിൽ തന്നെയും ഈ അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ക്രൈസ്തവരല്ല. പ്രധാനമായിട്ടും മുസ്ലിം വിഭാഗത്തിലൊരു ജനവിഭാഗത്തിലൊരു അധിനിവേശമാണ് മധ്യ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാത്ത നല്ലൊരു വിഭാഗം ക്രൈസ്തവർ തന്നെയാണ്. തിരിച്ചറിഞ്ഞിട്ട് തന്നെയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതും വളരെ വേദനയോട് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ ചില ആ മാറ്റങ്ങളുടെയൊക്കെ അതിഥി തൊഴിലാളികളുടെ അല്ലെങ്കിൽ തന്നെയും ചില സമുദായ സമവാക്യങ്ങളിലെ സ്വാധീനങ്ങളും മാറ്റങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങളാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും പള്ളുത്തിലും കാഞ്ഞിരപ്പള്ളിയിലും എരുമേലിയിലും ഒക്കെ നമ്മൾ കണ്ടത് എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ സമൂഹങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി വേറൊരു വശം കൂടിയുണ്ട്. ഈ ഒരു മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതിഥി തൊഴിലാളികള് മധ്യ കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു മേഖലയിലെ ജനവിഭാഗങ്ങൾ വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് തളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഒന്ന്, കൃഷിനാശം വന്നുകൊണ്ട് കാർഷിക മേഖലയുടെ തകർച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മധ്യ കേരളത്തിലെ ജനങ്ങളെയാണ്. വിലയിടിവ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന മധ്യ കേരളത്തിലെ ജനവിഭാഗങ്ങളെയാണ്. മലയോര മേഖലകളിലെ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ഏറ്റവും കൂടുതൽ നാശങ്ങൾ സംഭവിക്കുകയും മരണങ്ങൾ സംഭവിച്ച ഒരു പ്രദേശത്തിന്റെ ഭാഗമാണിത്. പരിസ്ഥിതി ലോലമായിട്ട് പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോലമായിട്ട് മാറ്റിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിട്ട ഒരു ജനവിഭാഗമാണിത്. ഇതിനെ എല്ലാം അതിജീവിക്കുവാൻ വേണ്ടിയും ഇതിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെടുവാൻ വേണ്ടിയും
ഒരു തലമുറയിൽ നിന്ന് മധ്യ കേരളത്തിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ്. പല വീടുകൾ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ട്. വീടുകളിൽ തന്നെ രണ്ട് അപ്പനും അമ്മയും മാത്രമുള്ള വീടുകളുണ്ട്. അപ്പനും അമ്മയും പോലും മക്കളുടെ കൂട്ടത്തിലേക്ക് പലായനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഖേദകരമായ വസ്തുതയുമുണ്ട്. കൃഷി സ്ഥലങ്ങൾ കൃഷി ചെയ്യാതെ അവിടെ ഇട്ടിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ഇങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ ഒരു അവസ്ഥ സംജാതമായിരിക്കുന്ന മധ്യ കേരളത്തിലേക്ക് ഇതിന്റെ ബദലാകുവാൻ വേണ്ടിയും പകരം വെക്കുവാനുമായിട്ട് അതിഥി തൊഴിലാളികളുടെ ആവാസ കേന്ദ്രമായിട്ട് ഇത് മാറുമ്പോൾ വരാൻ പോകുന്നത് വലിയ പ്രതിസന്ധികള്, ഭവിഷ്യത്തുകള്, ബുദ്ധിമുട്ടുകളാണെന്നുള്ളത് വൈകിയ വേളയിലെങ്കിലും നമ്മൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ജോജി, ഓക്കെ. മറ്റൊരു കാര്യം കൂടി ശ്രീ വി സി സെബാസ്റ്റ്യൻ, നമ്മൾ ഈ യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അധിനിവേശപരമായിട്ടുള്ള പ്രവണതയുടെ തനിയാവർത്തനം, അത് മറ്റൊരു രീതിയിൽ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കാണുകയല്ലേ? അതായത് യൂറോപ്പിൽ നമുക്ക് അധിനിവേശപരമായിട്ടുള്ള ശക്തികൾ വന്നത് ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ അവരവിടെ എത്തി അവരുടെ ഒരു സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. ഇന്ന് കേരളത്തിൽ നാം നോക്കുമ്പോൾ ഈ അതിഥി തൊഴിലാളികളുടെ സംസ്കാരം ഒരു അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പെരുമ്പാവൂർ പോലുള്ള മേഖലകൾ മാറുന്നു. അപ്പോൾ യൂറോപ്പിൽ സംഭവിച്ച അതേ കാര്യത്തിന്റെ ഒരു തനി ആവർത്തനം, യൂറോപ്പിന്റെ ആതിഥേയത്വ മനോഭാവത്തെ ചിലർ ചൂഷണം ചെയ്തു. ഇന്ന് കേരളത്തിലും അതിന്റെ മറ്റൊരു രീതിയിൽ ഒരു ചൂഷണം നടക്കുന്നു. ഇപ്പോൾ യൂറോപ്പ് കേരളത്തിൽ ആവർത്തിക്കുന്നതിന്റെ ചില സൂചനകൾ നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ലേ ശ്രീ വി സി സെബാസ്റ്റ്യൻ? യൂറോപ്പിന്റെ ഒരു വ്യത്യാസം അതിഥികളും അഭയാർത്ഥികളും ആ രണ്ട് രീതിയിൽ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ അതിഥികള് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികൾ തന്നെയാണ്. അതിഥികൾക്ക് ഒരു സ്പോൺസർ ഉണ്ടാവും നാട്ടില്, അഭയാർത്ഥികൾക്ക് ഒരു സ്പോൺസർ ഉണ്ടാകത്തില്ല. അഭയാർത്ഥികൾ രാജ്യത്തേക്ക് കടന്നു ചെല്ലുന്നു, പക്ഷെ അവരവിടെ സംഘടിതമായ രൂപം കൈവരിച്ച് അക്രമങ്ങൾ അഴിച്ചുവിടുന്നു എന്നുള്ളതാണ്. കേരളത്തിനെ വെച്ച് കഴിയുമ്പോൾ അതിഥികൾ എന്ന രീതിയിലാണ്, അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വിലയിരുത്തുന്നത്. പക്ഷെ ജോജി പറഞ്ഞോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയട്ടെ, അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്നുള്ളതൊരു പദത്തിനപ്പുറത്തേക്ക് ശരിക്കുമുള്ള നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ പേരിൽ അറിയപ്പെടുന്നവരെല്ലാം അന്യ സംസ്ഥാനക്കാരാണെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അതിന്റെ വളരെ വിശദമായ റിപ്പോർട്ട് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. 50,000 കേരളത്തിൽ വന്നിരിക്കുന്നതിൽ 50,000-ഓളം ആളുകൾ അന്യ രാജ്യക്കാരാണ്. ബംഗാളികൾ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നതെല്ലാം നല്ലൊരു ശതമാനം ബംഗ്ലാദേശികളാണ്. ബംഗാളികൾ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന നല്ലൊരു ശതമാനം മ്യാൻമറിൽ നിന്നുള്ളവരാണ്, ശ്രീലങ്കയിൽ നിന്നുള്ളവരുമുണ്ട്. നമുക്ക് എത്രമാത്രം തെളിവുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മൂന്നാറില് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മാവോയിസ്റ്റിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതാണ്. 3 പോലീസുകാരെ കൊന്ന മാവോയിസ്റ്റിനെയാണ് മൂന്നാറിൽ വെച്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുകൊണ്ടിരിക്കുന്ന പല കൊലപാതകങ്ങള്, മയക്കുമരുന്ന് വ്യാപാരങ്ങള്, ഇതെല്ലാം ചെന്ന് ചേരുന്നത് അന്യ സംസ്ഥാനത്തിലേക്കല്ല, അന്യ രാജ്യത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം, അന്യ രാജ്യത്തുനിന്ന് മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഉള്ള ആൾക്കാരെ ആരാണ് ഇവിടെ സ്പോൺസർ ചെയ്യുന്നത്? ആരാണ് അവരുടെ ഉത്തരവാദിത്വത്തിലാണ് ഇവിടെ വരുന്നത്? അതിനെക്കുറിച്ചുള്ള അന്വേഷണം ചെന്നെത്തുമ്പോഴാണ് ശരിക്കും ഞെട്ടിക്കുന്ന വിവരങ്ങള് കേരളത്തിലെ പൊതുസമൂഹം അറിയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണങ്ങള് കേന്ദ്ര സർക്കാർ ഇതിനോടകം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അപ്പോൾ അന്യ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞു വരുന്നതിന്റെ അകത്ത് അന്യ രാജ്യത്തിൽ നിന്നുള്ള ഭീകരന്മാരായിട്ടുള്ള ആൾക്കാര് കേരള സംസ്ഥാനത്ത് ചിലരുടെയൊക്കെ ഒത്താശയോടുകൂടി കള്ള രേഖകൾ ചമച്ചുകൊണ്ട് കടന്നു വരുന്നു എന്നുള്ള വസ്തുതയും നമ്മൾ കാണാതിരിക്കരുത്. അപ്പോൾ ഒരു വിഷയം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒളിച്ചോടുവാനുള്ള പഴുതുകൾ അതിനാൽ തന്നെ വളരെ ബലമായ പഴുതുകൾ അവർക്കുണ്ട്. ഇവിടെ അരിഷ്ടാവസ്ഥകൾ സൃഷ്ടിക്കുന്നു, പ്രകടനങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മൾ കണ്ടതല്ലേ ആവും കോവിഡ് കാലത്ത് ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റ രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 10,000-ഓളം അതിഥി തൊഴിലാളികളാണ് ഒരുമിച്ച് കൂടിയത്. ഒരു സംഘടിത രൂപ ഇവരെ കൈവരിക്കപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ശ്രീ വി സി സെബാസ്റ്റ്യൻ, നമ്മൾ ചേർത്ത് വായിക്കണം, നമ്മൾ കളമശ്ശേരി മാർത്തോമ ഭവന് നേരെ നടന്ന ആക്രമണത്തിൽ രാത്രിയുടെ മറവിൽ അവിടേക്ക് എരച്ച് കയറിയവരിൽ പലരും ഈ കൂട്ടരുണ്ടായിരുന്നു, ആ സംഘത്തിൽ ഈ കൂട്ടരുണ്ടായിരുന്നു എന്ന ആരോപണം വരുന്നുണ്ട്. അതും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അല്ലെ?
തീർച്ചയായിട്ടും ജോജി, ഞാൻ പിന്നെ വാർത്താഭവനിൽ പോയി നേരിട്ട് ഇതിന്റെ സംഗതികൾ വിലയിരുത്തിയ ഒരു വ്യക്തിയാണ്. 70-75 പേരാണ് രാത്രി 1 മണിക്ക് ശേഷം വന്നത്. ആ വന്നവരുടെയൊക്കെ പിക്ചറുകള് ഫുട്ടേജ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ കാണുന്നത് പലരും അതിഥി തൊഴിലാളികളാണ്. ആ അതിഥി തൊഴിലാളികൾ ഇവരൊരു സംഘടിത രൂപം കൈവരിക്കുന്നു. അവർ ഇവിടെയുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുന്നു. ആ ഗ്രൂപ്പിന്റെ വിളയാട്ടം മധ്യ കേരളത്തെ മുഴുവൻ ഇന്ന് മുൾമുനയിൽ നിർത്തുന്നു എന്നുള്ള വസ്തുതയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വ്യക്തമാണ്. ഞാൻ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിലേക്ക് വരികയാണ്. ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ, അങ്ങ് കെമിസ്ട്രി അധ്യാപകനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിഥി തൊഴിലാളികൾ അവരിൽ ചിലരിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിസന്ധികളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും ഇതിന്റെ മറ്റൊരു തലമാണ് അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ദീപികയിൽ വന്ന പെരുമ്പാവൂർ മുതൽ പാല വരെ എന്ന് പറയുന്ന ആ ലേഖനത്തിൽ കൃത്യമായും ചില സൂചനകൾ, ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, മലയോര മേഖലയിൽ പല ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളും അവിടെ നിന്നും ഒരു നിശബ്ദമായിട്ടൊരു കുടിയിറക്ക് സംഭവിക്കുന്നു, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം പോലും. എന്നാൽ ഈ മധ്യ തിരുവിതാംകൂറിൽ ഈ മുളച്ചു വരുന്ന ഈ ക്ഷുദ്ര വ്യവസായങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന പല പ്ലൈവുഡ് ഫാക്ടറികളും സൃഷ്ടിക്കുന്ന ഈ മലിനമായിട്ടുള്ള ഒരു സാഹചര്യം, അത് ജലത്തെ മലിനമാക്കുന്നു. പ്രത്യേകിച്ച് പാല പോലുള്ള പ്രദേശങ്ങൾ ഈ മീനച്ചിലാറിനെ മലിനമാക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്നവരിൽ അത് അതിഥി തൊഴിലാളികൾ മാത്രമുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അനുഭവിക്കുന്നത് അതിൻ്റെ ചുറ്റും താമസിക്കുന്നവരാണ്, അതിൻ്റെ ചുറ്റുമുള്ള ആരാധനാലയങ്ങളാണ്, ചുറ്റുമുള്ള സമൂഹമാണ്. അതിലൂടെ ഒരു നിശബ്ദമായിട്ടുള്ള കുടിയിറക്ക് സംഭവിക്കുന്നു. അപ്പോൾ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആ പ്രദേശങ്ങളിൽ സൃഷ്ടിക്കുന്നില്ലേ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ? തീർച്ചയായും. ഇവിടെ 3 തരത്തിലുള്ള മലിനീകരണം ഇവിടെയുണ്ട്. ഒന്ന് പ്യുവർലി രാസമലിനീകരണം. കാരണം ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലുകളെല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള കെമിക്കലുകളാണ്. അതിൻ്റെ അകത്തുള്ളത് യൂറിയ, ഫോർമാൽഡിഹൈഡ്, റെസിനുകൾ പോലുള്ള വസ്തുക്കള്, പിന്നെ ഇതിനുപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകൾ, കളറുകൾ ഒക്കെ അത്തരത്തിൽ പോയിസണസ് ആണ്. അതുപോലെ ഫോർമാൽഡിഹൈഡ് പോലുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അമോണിയ ധാരാളമായിട്ട് ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനോടനുബന്ധമായി പലതരത്തിലുള്ള വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കലുകളും വിഷവാതകങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഭൂഗർഭ ജലത്തെ, നമ്മുടെ കിണറിലെ, കുളത്തിലെ, തോട്ടിലെ എല്ലാം വെള്ളത്തെ അത് വളരെ മലിനമാക്കും. അതിന്റെ ഒരു വ്യാപ്തി എത്രമാത്രമാകുമെന്നും ഭാവിയിൽ ഇതെല്ലാം കാർസിനോജൻസ് ആണ് ഈ സാധനങ്ങളൊക്കെ. ഭാവിയിൽ എത്രമാത്രം ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുമെന്നൊന്നും നമുക്ക് പറയാൻ മേലാത്ത രീതിയിൽ ഗുരുതരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ജിയോളജി അല്ലെങ്കിൽ ഭൂമി, അതിന്റെ ഈ മണ്ണിന്റെ അനേക കിലോമീറ്ററുള്ള ദൂരം അത് മണ്ണിനടിയിലൂടെ സഞ്ചരിക്കുകയും വളരെ അകലെയുള്ള തോടുകളിൽ പോലും എത്തിച്ചേരുകയും ചെയ്യും. അതാണ് ഈ കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത. അപ്പൊ തീർച്ചയായും അതാണ് ഒരു തരത്തിലുള്ള മലിനീകരണം. രണ്ടാമത്തെ തരത്തിലുള്ള മലിനീകരണം എന്ന് പറയുന്നത് ഈ തടി ഉപയോഗിച്ചതിന് ശേഷം വരുന്ന വേസ്റ്റ് മെറ്റീരിയലുകൾ, ധാരാളം വേസ്റ്റുകൾ വരുന്നുണ്ട്. ഈ വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം പല സ്ഥലങ്ങളിലായി കടന്ന് ചീഞ്ഞളിഞ്ഞ് അതിൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന വിഷവാതകങ്ങൾ, ടാനിൻ പോലുള്ള പദാർത്ഥങ്ങൾ, അതുപോലുള്ള സംഗതികൾ എല്ലാം നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മെത്തനോൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അതിന്റെ അനുബന്ധമായി ഉപവാതകങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. ഈ വാതകങ്ങളെല്ലാം വളരെ പോയിസണസും അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. ശ്വാസകോശ രോഗം, ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ളത്, സ്കിന്നുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, കുട്ടികളിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ പരിണതഫലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഡസ്ട്രി ഉള്ള സ്ഥലത്ത് അത്തരം ഇൻഡസ്ട്രികൾ മലിനീകരണവുമായി ബന്ധപ്പെട്ട നോംസ് എല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഈ അല്പസ്വാധീനമുള്ളവർക്ക് എന്തുമാകാം എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മണ്ണിന് പുറത്തേക്ക് കാണാതിരുന്നാൽ മതി, മണ്ണിനകത്തേക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഒരു സമീപനം. ഇതാണ് ഈ രണ്ടാമത്തെ തരത്തിലുള്ള മലിനീകരണം പറഞ്ഞത്. മൂന്നാമത്തെ തരത്തിലുള്ള മലിനീകരണം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സാംസ്കാരിക മലിനീകരണവും അതുപോലെ തന്നെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയും ഒക്കെയാണ്. ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നതിനകത്ത് അങ്ങനെ അലങ്കരിച്ച് പറയുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ തൊഴിലാളികൾ തന്നെയാണ്. നമ്മുടെ ലോകത്ത് എവിടെ തൊഴിലെടുക്കാൻ ചെന്നാലും അവർക്ക് വിളിക്കുന്ന പേര് ലേബർ ഫോഴ്സ് എന്നുള്ള പേര് തന്നെയാണ് അവർ വിളിക്കുന്നത്. അവർ അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ട് വിളിച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയവും ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചിലതൊക്കെ വെച്ചിട്ട് നമ്മുടെ സംസ്കാരം കാണിക്കുന്നതിനൊക്കെ ആയിട്ട് അതിഥി തൊഴിലാളികൾ എന്നുള്ള പേരൊക്കെ ഇട്ട് വിളിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധിനിവേശം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു
ഉണ്ടാകുന്നുണ്ട്. അത് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഇവർ നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെ പോകാനായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. വളരെ പരസ്യമായി പുകവലിക്കുകയും അതുപോലെ മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കൾ, പാൻപരാഗ് പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരുടെയും മാനസിക നില എന്താണെന്ന് നമുക്ക് ആർക്കും ഒരു ഐഡിയയും ഇല്ല, ഒരു അതുമില്ല. ദീർഘകാലം ഒരു വീട്ടുകാരനോടൊപ്പം നിന്നിട്ട് അവസാനം അയാളെയും കുടുംബത്തെയും കൂടെ കൊന്നിട്ട് ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇതിന് കുറച്ചുകൂടെ ഒരു വ്യവസ്ഥാപിത സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. ഒരു വ്യവസ്ഥാപിത സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഒരു തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ആ തൊഴിലാളികളുടെ അവരുടെ ലെഡ്ജർ ഉണ്ട്, അവരുടെ കണക്കുണ്ട്, അവർക്ക് PF, ESI പോലുള്ള ആനുകൂല്യങ്ങളുണ്ട്, അവർക്ക് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവർക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളുണ്ട്, അവരെ സംബന്ധിക്കുന്ന ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ടുണ്ട്. ആ തരത്തിലുള്ള ഈ വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാവുകയും കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മിനിമം കാര്യങ്ങൾ ഇവർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യത്തക്ക തരത്തിൽ ഇതിനെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഏജന്റായിട്ട് എവിടുന്നെങ്കിലും കുറെ പേരെ കൊണ്ടിരുന്നു, അവരൊക്കെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അവർ തൊഴിലെടുക്കുന്നു, അവർക്ക് അവരുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കൂലി ഇവിടെ കിട്ടുന്നു, കുറച്ചുകൾ ഇവിടെ കഴിഞ്ഞിട്ട് അവർ എവിടേക്കെങ്കിലും ഒക്കെ പോകുന്നു. അത് അങ്ങനത്തെ ഒരു ഭാഗമായിട്ട് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടെ കുറയ്ക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന അഡീഷണൽ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട്. ഡോക്ടർ ജോസൂട്ടി ജോർജിൽ കേൾക്കാമോ? ഒന്നും പലപ്പോഴും ആളുകൾക്ക് സ്വീകാര്യമായി എന്ന് വരില്ല അത്തരത്തിലുള്ള ഇടപെടലുകളെ. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം എങ്ങനെയായിരിക്കും, മതരാഷ്ട്രീയം എങ്ങനെയായിരിക്കും, അങ്ങനെ പല ഘടകങ്ങൾ ഇക്കാര്യത്തിൽ നോക്കേണ്ടതുണ്ട്. തീർച്ചയായും വളരെ സൂക്ഷ്മതയോടെ സംസ്ഥാനം കൈകാര്യം ചെയ്യേണ്ട, പ്രത്യേകിച്ചും ഈ നാട്ടിൽ നാളെയും ജീവിക്കേണ്ട ആളുകൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. ഓക്കെ, നമ്മൾ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി എടുത്ത് ചിന്തിക്കേണ്ടത്, അതായത് ഇപ്പോൾ നമുക്കറിയാം പാല പോലുള്ള മേഖലകൾ, പാലയുടെ ഒരു പാരമ്പര്യമൊക്കെ നമുക്കറിയാം. ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണ്, വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള പാരമ്പര്യമുള്ള മേഖലയാണ് ഈ പാല. അപ്പോൾ പെരുമ്പാവൂരിന്റെ നിലവിലെ ഒരു അവസ്ഥയും വർഷങ്ങൾക്ക് മുമ്പിലെ ഒരു അവസ്ഥയും അവിടുത്തെ ഒരു സാഹചര്യവും എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പാല പോലുള്ള മേഖലകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകൾ, മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലേക്ക് ഇത്തരത്തിലുള്ള ഇങ്ങനെ വ്യവസായങ്ങൾ വരുന്നു. ഇത്തരത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു കുടിയേറ്റം അവിടേക്ക് നടക്കുന്നു. അപ്പോൾ അത് അത്ര ഒരു നിഷ്കളങ്കമാണ് നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പെരുമ്പാവൂർ ഒരു ക്ലാസിക് എക്സാമ്പിളായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളിലേക്ക് മാത്രം ഇങ്ങനെ ഒരു അസ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒഴുക്ക്, ഇത്തരത്തിലുള്ള ക്ഷുദ്ര വ്യവസായങ്ങളായിക്കോട്ടെ അതിഥി തൊഴിലാളികളായിക്കോട്ടെ, അതങ്ങനെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സെലക്ഷൻ ആണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഡോക്ടർ ജോസൂട്ടി ജോർജിൽ? ഇത് വളരെ സൂക്ഷ്മമായി ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇപ്പൊ ഈ അടുത്തിടെ പാലായില് ഒരു ക്രിസ്ത്യൻ നാമത്തിലുള്ള ഒരു കടയിൽ കയറി ഒരാൾ സാധനം മേടിച്ചിട്ട് അതിന്റെ പൈസ പേ ചെയ്യാൻ നേരത്ത് നോക്കി കഴിഞ്ഞപ്പോൾ വേറൊരു ക്രിസ്ത്യൻ അല്ലാത്ത വേറൊരു പേരാണ് അതിൻ്റെ അകത്തുള്ളത്. അത് ഹിന്ദു നെയിമും അല്ല, വേറൊരു പേരാണ്. അപ്പൊ യാദൃശ്യമായിട്ട് ചോദിച്ചത് ഇത് ആരാ ഇതിന്റെ ഉടമസ്ഥൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇതിന്റെ ഉടമസ്ഥൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ പാലായിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന പേര് ക്രിസ്ത്യൻ നാമമാണ് കടയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര്. സെന്റ് ജോർജ് എന്നോ സെന്റ് ഫിലോമിനാസ് എന്നോ സെന്റ് അൽഫോൻസ് എന്നൊക്കെ ഉള്ള പേരുകളാണ്. അപ്പൊ ഇത് ഒരു പ്രദേശത്തിന്റെ സംസ്കാരം എന്താണ്, അവിടുത്തെ ആളുകളുടെ മാനസിക നില എന്താണ്, മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കടന്നു കയറാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന തന്ത്രങ്ങൾ എന്തോ അതൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചില ശ്രമങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ വ്യവസായ ശാലകളുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ എല്ലാ സ്ഥലവും ഇത്രമാത്രം ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ വളരെ ജനസാന്ദ്രതയുള്ള കേരള സംസ്ഥാനത്തിനകത്ത് തീർച്ചയായും രാസമാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ കടന്നു വരുന്നത് ആ പ്രദേശത്ത് വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പെരുമ്പാവൂരിൽ ഇനി ഒരു ഫാക്ടറി, ഒരു പ്ലൈവുഡ് ഫാക്ടറി സാധ്യമല്ലാത്ത രീതിയിൽ അവിടെ സാച്ചുറേറ്റഡ് ആയി. പെരുമ്പാവൂർ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മൂവാറ്റുപുഴ ഭാഗത്ത്, പായിപ്ര ഭാഗത്ത്, അങ്ങനെ കേരളത്തിന്റെ അങ്ങനെ മൂവാറ്റുപുഴയുടെ പല ഭാഗങ്ങളിലും ഇപ്പോ ധാരാളം ഇത്തരത്തിലുള്ള ഫാക്ടറികളായി. ഇപ്പൊ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ഏരിയ കൂടുതലുള്ള റബ്ബർ തോട്ടങ്ങൾ നോക്കി മേടിച്ചിട്ട് അത്തരം തോട്ടങ്ങളെ ഇത്തരം ഫാക്ടറികളാക്കി കൺവേർട്ട് ചെയ്യുന്നു. അവിടെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇഷ്ടിക നിർമ്മാണമെന്നോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പേരുകൾ പറയും. പക്ഷെ പ്ലൈവുഡിന്റെ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് ഇതൊരു പ്ലൈവുഡ് ഫാക്ടറി ആണെന്ന്. പിന്നെ അതിനോട് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ഗുണ്ടായിസവും അത്തരം സംഗതികളൊക്കെ വരുന്നു. പിന്നെ നിയമത്തിന്റെ വഴി അവർ നോക്കുന്നു, നിയമപാലകരെ ഒക്കെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇവിടെ തീർച്ചയായും വളരെ നിഗൂഢമായ പദ്ധതികൾ
ഈ പ്രദേശങ്ങളിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് മതം അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അല്പം തീവ്രവാദം ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം പക്ഷേ അങ്ങനെ സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സാധാരണക്കാരെ കബളിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ അതാത് പ്രദേശങ്ങളിൽ ആരംഭിക്കുന്നത്. ഇത് തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകേണ്ട നമ്മുടെ പ്രാദേശിക നേതാക്കന്മാരും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആൾക്കാരുമാണ്. പക്ഷെ പലപ്പോഴും ഈ പ്രാദേശിക സർക്കാരുകൾ, പ്രത്യേകിച്ച് പഞ്ചായത്തും ബ്ലോക്കും പോലുള്ള സ്ഥാപനങ്ങൾ, അതിലെ നേതാക്കന്മാരൊക്കെ ഇത്തരം ആളുകളുമായി വലിയ ചങ്ങാത്തത്തിലാവുകയും വളരെ ചങ്ങാത്തത്തിലാവുകയും നാട്ടുകാരുടെ പ്രതിസന്ധി എന്താണെങ്കിലും ഈ പ്ലൈവുഡ് അല്ലെങ്കിൽ ഇത്തരം കമ്പനികളുടെ ആളുകളുടെ താല്പര്യത്തിന് ഇവർ വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കാണുന്നത്. അത് അങ്ങനെ നമുക്കറിയാമല്ലോ, അങ്ങനെ അവരെ വഴക്കാൻ വേണ്ട മെയ്വഴക്കവും തന്ത്രങ്ങളും ഒക്കെ ഈ വരുന്ന ആളുകൾക്ക് അറിയാം. അപ്പോ അത് വളരെ തെളിഞ്ഞ മനസ്സോടെ ഒന്നുമല്ല. അതിന്റെ പിന്നിലൊക്കെ ഉള്ളത് ചിലപ്പോൾ അഴിമതി പോലെ അല്ലെ അഴിമതിയുടെ സ്വഭാവത്തിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു വലിയ സാംസ്കാരികമായ ഒരു വലിയ പ്രതിസന്ധിയുടെ ഇത് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത രീതിയിൽ അത്ര രൂക്ഷമായ രീതിയിലാണ് ഈ സാംസ്കാരികമായ പ്രതിസന്ധി വരുന്നത്. നമ്മുടെ സത്യസന്ധത, നമുക്ക് സമൂഹത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതം, അവരുടെ ആരോഗ്യകരമായ ജീവിതം തുടങ്ങി അവരുടെ ഇപ്പൊ ഒരു പൊതുപരിപാടി, ഒരു നാട്ടിലൊരു പൊതുപരിപാടി ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരം കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് വളരെ ശക്തമായ ഉള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ താരതമ്യേന കാർഷിക മേഖല എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇത്തരം വ്യവസായ സംഗതികൾ കടത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. പ്ലൈവുഡ് ഇൻഡസ്ട്രി പോലുള്ള ഇൻഡസ്ട്രികൾ വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല, കാരണം കേരളത്തിൽ ധാരാളം തടിയുണ്ട്. ആ തടിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രിയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന കേരളത്തിലെ തടികളല്ല, ഈ അടുത്തിടെയാണ് അത് മനസ്സിലാകുന്നത്, ഇറക്കുമതി തടികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ തടികൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇൻഡസ്ട്രി വരുന്നതിനെ നമ്മൾ അങ്ങനെ കണ്ണടച്ച് എതിർക്കുന്നതിന് അർത്ഥമില്ല. പക്ഷേ അത് എവിടെ വേണം, എങ്ങനെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വരും, എങ്ങനെ അത് പരിസ്ഥിതിക്ക് ദോഷമാകാതെയും നാട്ടിലെ സാധാരണ ജീവിതത്തിനും ആരോഗ്യകരമായ ജീവിതത്തിനും കുഴപ്പമുണ്ടാകാതെയും ജലസ്രോതസ്സുകളും വായു മലിനമാകാതെയും സ്ഥാപിക്കാം എന്നതിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള കൃത്യതയോട് കൂടിയുള്ള എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് EIA നടത്തണം. EIA നടത്തിയിട്ട് അത്തരത്തിലേക്ക് വേണ്ടിയിട്ട് സ്ഥലങ്ങൾ വേണമെങ്കിൽ സർക്കാർ ഐഡന്റിഫൈ ചെയ്യട്ടെ. എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഭൂമി അക്വയർ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സ്ഥലങ്ങളിൽ സർക്കാർ ഐഡന്റിഫൈ ചെയ്ത് ഭൂമി ഏറ്റെടുത്ത് അത്തരം ഭൂമിക്ക് അകത്ത് നിർത്തത്തക്ക രീതിയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ മലിനീകരണം കടക്കാത്ത രീതിയിൽ ഇതിനെ ഒരു വ്യാവസായിക ഒരു സിസ്റ്റം എന്താണ് കൃത്യതയോട് കൂടിയ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാക്കി ഇതിനെ കൊണ്ടുവരണം. ഇപ്പോഴത്തേതുപോലെ എനിക്ക് കുറച്ച് പൈസ ഉണ്ട്, ഞാൻ എവിടെയെങ്കിലും ഒരു 5 ഏക്കർ റബ്ബർത്തോട്ടം മേടിക്കുന്നു, അതിന്റെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ചെറിയ ലോയൊക്കെ പറയുന്നു, എന്നിട്ട് അവരോട് എന്തെങ്കിലും പെയിന്റ് ഫാക്ടറി ആണോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ പരിപാടി നടക്കുന്നു. അവസാനം ഉദ്ഘാടനം നടത്തി കഴിയുമ്പോൾ തടി ഫാക്ടറിയായി പ്ലൈവുഡ് ഫാക്ടറി ആയിട്ട് മാറുന്നു. ഈ ഒരു നാടകം മാറ്റിയിട്ട് അതിനെ ഒരു കൃത്യമായി നിയമവിധേയമായി നിയമപരിരക്ഷയോടുകൂടി ആരോഗ്യ പരിരക്ഷയോടുകൂടി സ്ഥാപിച്ചാൽ കുഴപ്പമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അവസാനമായി ശ്രീ VC സെബാസ്റ്റ്യൻ, നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെൻസസ് വരാൻ പോകുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കൃത്യമായും കേരളത്തിന്റെ ഒരു ഗുരുതരമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യം വരച്ചു കാട്ടുമെന്നത് ഒരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു വലിയ രീതിയിലുള്ള വിദേശ കുടിയേറ്റം നടന്നതിന് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ അതിഥി തൊഴിലാളികളുടെ അനിയന്ത്രിതമായിട്ടുള്ള കേരളത്തിലേക്കുള്ള കുടിയേറ്റം നടന്നതിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചില കണക്കുകൾ, പ്ലാനിംഗ് ബോർഡിന്റെ കണക്ക് പ്രകാരം 35 ലക്ഷത്തോളമാണ് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 48 ലക്ഷത്തിലേക്ക് അവരുടെ എണ്ണം എത്തിയിട്ടുണ്ടാകാം എന്ന് പറയുന്നു. 2011 സെൻസസ് പ്രകാരം 33 മില്യൺ അല്ലെങ്കിൽ 3.5 കോടിയുടെ അടുത്താണ് കേരളത്തിലെ ജനസംഖ്യ. അപ്പോൾ ഇവരുടെ ഒരു അതിഥി തൊഴിലാളികളുടെ ഒരു എണ്ണം ഒരു വോട്ടായൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളിലും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള ചില അപ്രതീക്ഷിതമായിട്ടുള്ള അട്ടിമറികളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയില്ലേ? അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ ഡിക്ലെയർ ചെയ്ത സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR പോലുള്ള ആ ഒരു സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്ക് വലിയൊരു പ്രാധാന്യമില്ലേ ശ്രീ VC സെബാസ്റ്റ്യൻ? തീർച്ചയായും ജോജി, അതായത് മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങള് മാറ്റിയെഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അടുത്ത നാളിൽ തന്നെ. അത് അതിഥി തൊഴിലാളികൾ. പക്ഷെങ്കിൽ അതിഥി തൊഴിലാളി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ് വാസ്തവം. പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഇവിടെ നിന്നുള്ള കുട്ടികളുടെ മൈഗ്രേഷൻ, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ കൊണ്ട് ഇവിടെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന ജനസംഖ്യാ ശോഷണമൊക്കെ ക്രൈസ്തവ ഉൾപ്പെടെയുള്ള സമൂഹത്തിനെ പുറകോട്ടടിക്കുകയും അതേസമയം
ഇങ്ങനെ കടന്നു വരുന്ന അതിഥി തൊഴിലാളികള് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിപ്പറ്റി വോട്ട് ചെയ്യുന്നവരാകെയും മാറി കഴിയുമ്പോഴത്തേന് വാസ്തവത്തിൽ വരാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണമാണ് മധ്യകാലത്തിൽ സംഭവിക്കാനിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ സംവിധാനങ്ങൾ, ക്രൈസ്തവ സംവിധാനങ്ങൾ പോലും ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടില്ല. ആ ഒരു ധ്രുവീകരണം ഒരിക്കലും ക്രൈസ്തവ അനുകൂലമായി ചിന്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കോ പാർട്ടികൾക്കോ ഗുണം ചെയ്യുന്നതല്ല. ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ പ്രധാനമായിട്ടും 2 രാഷ്ട്രീയ പാർട്ടികളാണ് പ്രധാനമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് SDP ആണ്, ഒന്ന് CPM ആണ്. SDP ഒരു ക്രൈസ്തവ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്നുള്ളത് എനിക്കും യോജിക്കും, ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് ആ ഒരു വലിയൊരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ നമ്മുടെ മധ്യ കേരളത്തില് അടുത്ത നാളുകളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ സാധാരണ കാണുന്നത് ഈ പ്ലൈവുഡ് ഫാക്ടറിയിലെ ജോലിക്കാരും അങ്ങനെയുള്ള കടകളിൽ നിൽക്കുന്നവര്, ഷോപ്പിംഗ് മാളുകളിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ മാത്രമേ അതിഥി തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ നമ്മളിപ്പം പൊതുസമൂഹം കണ്ട് വിലയിരുത്തുന്നുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു തീവ്രമായ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളില് അതിഥി തൊഴിലാളികൾ, വനിതകള്, ലേഡീസ് ഹോം നേഴ്സുമാരായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോം നേഴ്സുമാരായിട്ട് ഔദ്യോഗികമായിട്ടുള്ളതല്ലായിരിക്കും, എങ്കിൽ തന്നെയും വീട്ടിലെ മാതാപിതാക്കളെ, പ്രായം ചെയ്യുന്ന മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി ഉള്ള കുട്ടികൾ ഇന്ന് ഒട്ടേറെ വീടുകളില് അന്യ സംസ്ഥാനത്തുള്ളവരാണ്. അതിഥികളായിട്ട് വന്നിരിക്കുന്ന വനിതകൾ വേറെയുണ്ട്, മറ്റു ജോലികൾ ഇന്നവര്. ഇങ്ങനെ പല തലങ്ങളിലേക്കും ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന വലിയ അപകടങ്ങൾ, ഒന്ന്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ക്രമാതീതമായിട്ട് കൂടുന്നു. അതായത് പഞ്ചാബ് ആയിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ സ്ഥലമെന്ന് അറിയപ്പെട്ടിരുന്നെങ്കിൽ തന്നെയും പിന്നീട് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടത്തിയിരിക്കുന്നതെന്നും ഓരോ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് കേരളത്തിലെ മയക്കുമരുന്നിന് വേണ്ടി ഉപയോഗവും മയക്കുമരുന്ന് കച്ചവടത്തിനും വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടുന്ന അതിഥി തൊഴിലാളികളുടെ ലിസ്റ്റുകൾ ഒരു പരമ്പര പോലെ നമുക്ക് ചെയ്യാവുന്ന ലിസ്റ്റുകളുണ്ട്. അതിന്റെ വലിയ ഒരു സ്വാധീനം നമ്മുടെ ഈ സമസ്ത മേഖലകളിലും വ്യാപരിച്ചിട്ടുണ്ട്. അത് മധ്യ കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. ആ വ്യാപകമാകുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം കേരളത്തിലെ പ്രശസ്തമായ കലാലയങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നുള്ള വലിയ ഒരു പ്രതിസന്ധി ഉണ്ട്. അങ്ങനെ ഒരു തലമുറയെ തന്നെ സ്പോയിൽ ചെയ്യുന്ന ഒരു സാമൂഹിക തിന്മ അഴിഞ്ഞാടുമ്പോൾ അതിനെതിരെ നടപടികൾ എടുക്കുവാനോ അത്തരം പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുവാനോ അത്തരം പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുവാനോ അത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കുവാനോ ഉള്ള കർമ്മ പദ്ധതിയോ പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാത്ത ഭരണ സംവിധാനങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വേദനയാണ്. ഒരു സമൂഹത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വൈകിയ വേളയിലെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഇനി ഒറ്റ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് ഈ അടുത്ത നാളിൽ സംസ്ഥാന സർക്കാർ 2024 മാർച്ച് മാസം പുറത്തിറക്കിയ മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടില് ഇതിന്റെയൊക്കെ ശരിയായൊരു നേർക്കാഴ്ചയുണ്ട്. ഓരോ ജില്ലയിലും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്നിരിക്കുന്ന പോപ്പുലേഷന്റെ ഗ്രോത്ത് ഏത് കമ്മ്യൂണിറ്റിയാണ്? കോട്ടയം ജില്ലയുടെ മാത്രം ഞാൻ പറയാം. 2011 സെൻസസിൽ 1.25 1,25,000 മുസ്ലിം വിഭാഗം അംഗങ്ങൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മൈഗ്രേഷൻ സർവേ, ഒരു സർവേയുടെ പരിമിതികളും ഉണ്ടായിരിക്കാം, അവിടെ വന്നിരിക്കുന്നത് 2.25 ലക്ഷത്തിലേക്കാണ്. 100% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് എല്ലാ തലങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു സമുദായത്തെ തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭാവിയിൽ ഉണ്ടാകാം. ഐദർ ഈ കമ്മ്യൂണിറ്റി അതേക്കുറിച്ച് അവെയർ ആകുകയും ഒന്നുമില്ലെങ്കിലും ഒന്ന് ഒരുമിച്ച് നിൽക്കണം, ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളത് തിരിച്ചറിയുകയും വേണം. ഭിന്നശേഷിക്കാരുടെയും സ്കൂളിന്റെയും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എത്രമാത്രം സജീവമായി രംഗത്ത് വരുന്നു. ഇവിടെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൂടാ? ഈ ഒരു ചോദ്യം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും നമ്മുടെ സമുദായത്തിന്റെയും സമുദായ നേതൃത്വങ്ങളിൽ ഉള്ളവരുടെയും ഒക്കെ പരിഗണനയ്ക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ
വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്നയാടും മാത്രം ഞാൻ സൂചിപ്പിക്കാം. തീർച്ചയായും വളരെ വ്യക്തമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തെ തുറിച്ചു നോക്കുന്നത്. പ്രത്യേകിച്ച് പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ അതിഥി തൊഴിലാളികളെയും ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടെ അന്നത്തെ അപ്പത്തിന് വേണ്ടി യത്നിക്കാൻ നിരവധി പേരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ പ്രവാഹത്തിലൂടെ കേരളത്തിലേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ചില അധിനിവേശപരമായിട്ടുള്ള പ്രവണതകൾ, ചില ക്രിമിനൽ സ്വഭാവമുള്ള പ്രവണതകൾ അത് തുറന്നു കാട്ടുകയാണ് ഈ ചർച്ചയിലൂടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടിയുള്ള ജാഗ്രത പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകം അത് പുലർത്തേണ്ടിയിരിക്കുന്നു ഈ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അധിനിവേശപരമായിട്ടുള്ള ശ്രമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ക്രൈസ്തവ സമുദായത്തെയാണ് എന്നത് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇത്തരത്തിലുള്ള തന്നെ ഒരു ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ചർച്ച അവസാനിപ്പിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ വി.സി. സെബാസ്റ്റ്യൻ, ഡോക്ടർ ജോസൂട്ടി ഒഴുകിൽ രണ്ടുപേർക്കും നന്ദി.